തൃശൂർ മേയർ എം കെ വർഗീസിനെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചർച്ച നടന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മേയർക്കെതിരെ CPM രംഗത്ത് വന്നിരുന്നു. ജില്ലാ സെക്രട്ടറി എം വർഗീസുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക് ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത്. അത് LDFന്റെ ഭാഗമാണ്, മുഖ്യ കക്ഷിയാണ്. അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത്. അപ്പോൾ അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ ബോധത്തോടു കൂടി തന്നെ ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല, അത് ഭൂഷണമല്ല. നമുക്ക് വികസനത്തിന് എതിരായി വരരുത്. നാട് നന്നാവണം, തൃശ്ശൂർ നന്നാവണമെങ്കിൽ അതിൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ പത്രത്തിൽ നമ്മൾ എല്ലാം വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എന്നാണ് എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്. ഇത് രണ്ടും ശരിയല്ല. കാരണം ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എൻ്റെ മുറിയിലേക്ക് വരാൻ ഉള്ള അവകാശമില്ലേ? എൻ്റെ ചാമ്പറിൽ വന്നു. അദ്ദേഹം ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ തന്നെ ലോകസഭയുടെ സ്ഥാനാർത്ഥി വരുന്നു. അദ്ദേഹത്തിന് ഇരുത്തി ഒരു ചായ കൊടുത്തു. ആ ചായ കൊടുത്തതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനും ഒരു തരത്തിലും അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു തെറ്റ് ഞാൻ ചെയ്തതുപോലെ കാണിച്ചു. മറ്റൊന്ന്, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഭാരത് ഹോട്ടലിൽ പോയത് യാദൃശ്ചികമായിട്ടാണ്. എനിക്ക് അന്നേ ദിവസം എൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന തൊട്ട് പിന്നിൽ ഉള്ള ആ ഹോട്ടലിൻ്റെ പേര് വൈറ്റ് പാലസ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ 10 മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഷാർപ്പ് 10 മണിക്ക് എന്ന് പറഞ്ഞാൽ 10 മണിക്ക് വന്നിരിക്കും. ഞാൻ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല അവിടെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കാലത്ത് വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. 10 മണിക്കാണല്ലോ. അപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അപ്പം അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങനെ കൈ കാണിച്ചാൽ ഒരു MP അല്ലേ, അദ്ദേഹം ജയിച്ച ആളല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോയി ഒന്നിരുന്നു. ഞാനിങ്ങോട്ട് പോന്നു. ഞങ്ങൾ ഒരു രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു പുരോഗമനത്തിൻ്റെ ചർച്ചയും നടത്തിയിട്ടില്ല, ഒന്നുമില്ല. ഉടനെ തന്നെ പത്രത്തിൽ അത് വലിയൊരു വാർത്ത. അപ്പം അതൊന്നും നമ്മൾ ഒരു പോസിറ്റീവായിട്ട് എടുക്കണം, ഒന്ന് നെഗറ്റീവായിട്ട് പോവല്ലേ. അങ്ങനെ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തില്ലെങ്കിൽ അത് നമുക്കത് പത്രത്തിന് അത് എഴുതുന്ന ആൾക്കാർക്ക് പോലും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, കേൾക്കുന്നവർക്കുണ്ടാവില്ലേ, പത്രധർമ്മം നമുക്കുണ്ടാവില്ലേ. അല്ലെങ്കിൽ നമ്മൾ മീഡിയ അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒന്ന് ആലോചിച്ച് നല്ലത്, അത്രയേ ഉള്ളൂ ആ വിഷയത്തെക്കുറിച്ച്. പിന്നെ പ്രസക്തിയില്ലല്ലോ അതിനകത്ത്. എന്ത് പ്രസക്തിയാണ്? അതേ MP ആയി, മന്ത്രിയായി എന്ന് പറയുന്നു. ഞാനാണോ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്? ജനങ്ങളല്ലേ. അതിനെ എന്നെ പറയുന്നതിനാ. അത് പക്ഷേ എനിക്കറിയില്ല, എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല. CPI എന്നോട് വിളിച്ചിട്ട് അങ്ങനെ പറയുന്നൊരവസ്ഥ. ഘടകകക്ഷിയാണ് ഞങ്ങളുടെ, എന്നോട് അങ്ങനെ ആരും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്കില്ല. അത് ഞാൻ പത്രത്തിൽ കൂടെ വായിച്ചു. ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തിയതല്ല, ഞാൻ അങ്ങോട്ട് ചെന്നതാണ്. മറ്റു ചില വിഷയങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഞാൻ ജനങ്ങളോട് അത് ബോധ്യപ്പെടുത്തിക്കോളാം. എനിക്കത്ര വലിയ കാര്യമായിട്ടത് തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു മീറ്റിംഗ് വിളിച്ചോളൂ, അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചു വലിച്ചു പിടിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞു. അല്ല, ഈ വിഷയത്തെക്കുറിച്ച് അല്ല സംസാരിച്ചത്. ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മാതിരി ഈ ഒരു വിഷയം ഇങ്ങനെ സുനിൽകുമാറിൻ്റെ ഒരു പരാമർശം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, കാരണം ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. അവിടെ വന്നപ്പോഴും ഇതറിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇന്നത്തെ പത്രത്തിലാണ് ഞങ്ങൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ തന്നെ ഏറ്റെടുത്ത് ഞാൻ തന്നെ നിങ്ങളെ പത്രസമ്മേളനം വിളിക്കുന്നു, ഞാൻ തന്നെ അത് ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ ഒന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതെൻ്റെ ഉത്തരവാദിത്തമല്ലേ? അടുത്ത ഡിസംബറിലെ 25 ഡിസംബറിനല്ലേ? എന്തായാലും ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും നമ്മൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും 4 വർഷക്കാലം എത്തിച്ചല്ലോ ഈ വണ്ടി. ഇനി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കട്ടെ എന്ന്. ഞാനൊക്കെ പ്രത്യാശയുള്ളവനാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, എപ്പോഴും പോസിറ്റീവുകാരനാണ്, നെഗറ്റീവ് ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരമല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, എനിക്ക് നെഗറ്റീവായിട്ട് ഞാൻ സ്വതവേ ചിന്തിക്കാറില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതാണ് ഞാൻ. കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാൻ ഞാനില്ല. ഓക്കെ, താങ്ക് യു. തൃശൂർ മേയർ MK വർഗീസാണ് ഇപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിച്ചത്. അതായത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതല്ല, മറ്റൊരു ആവശ്യത്തിനായി അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോൾ ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചു. താൻ അത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടതെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം ഒന്നുകൂടി ഊന്നി പറഞ്ഞത്, സുരേഷ് ഗോപിയെ കണ്ടതിൽ എന്താണ് തെറ്റ്? സ്വാഭാവികമായി അദ്ദേഹം കൈ കാണിച്ചു, അവിടെ പോയി സംസാരിച്ചു. അതിൽ കവിഞ്ഞ് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ജനങ്ങളാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാവുകയും ചെയ്തു. വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്നാണ് MK വർഗീസ് സൂചിപ്പിക്കുന്നത്. ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഈ ഉയർന്ന വിമർശനങ്ങളെല്ലാം അദ്ദേഹം തള്ളിക്കളയാണ്, തൻ്റെ നിലപാടിൽ ഒരു മാറ്റമില്ല. കണ്ടതിൽ എന്താണ് തെറ്റ്? സ്വാഭാവികമല്ല, ഒരു മേയർക്ക് ഇനി മന്ത്രിയായി വരുന്നയാളാണ്. കണ്ടതിൽ ഒരു കണക്കിന് നന്നായി. എന്തെങ്കിലും തൃശ്ശൂരിലെ വികസന പ്രവർത്തനങ്ങളിൽ കൂടി പരസ്പരം സഹകരിക്കേണ്ട ആളുകൾ കൂടിയാണല്ലോ. തീർച്ചയായും, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും അതുപോലെ തന്നെ എല്ലാവരുമായും സഹകരിച്ചു പോകേണ്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ വികസനത്തിനും മറ്റും എല്ലാം തന്നെ നല്ല ഒരു കാര്യം എന്ന് തന്നെയാണ് മേയർ പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ പക്ഷേ മേയർ അംഗമായ അല്ലെങ്കിൽ മേയർ ഉൾപ്പെട്ട LDFന്റെ നേതാക്കൾ തന്നെയാണ് ഇതിലൊരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചത്. LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു മേയറുടെ നിലപാടുകൾ തിരിച്ചടിയായി എന്നും അതുപോലെ തന്നെ മേയർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPI ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്, CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മേയറെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യത്തിനാണ് താൻ പോയത് എങ്കിൽ പോലും പക്ഷേ ചർച്ച ചെയ്തത് ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമാണ്. ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ തൃശൂർ കോർപ്പറേഷൻ മേയറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒരു വിരാമം ഇടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഈ തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടിയാണ് എല്ലാവരുമായി സംസാരിക്കുന്നത്. അതിൽ പ്രത്യേക ഉദ്ദേശമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത് പക്ഷേ പ്രത്യക്ഷത്തിൽ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി തന്നെയല്ലേ ഇന്നും മേയർ സംസാരിച്ചത്? മേയർ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പാർട്ടി അത് പൂർണ്ണമായും രാഷ്ട്രീയമായി തന്നെ കണക്കിലെടുക്കുകയും ചെയ്യല്ലേ? തീർച്ചയായും, അതായത് തൃശ്ശൂരിലെ വലിയൊരു തോൽവിയാണ്, 74,000-ലധികം വോട്ടിന്റെ തോൽവിയാണ് LDFന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തോൽവിയിൽ മേയറുടെ പ്രതികരണങ്ങൾ ഒരു നിർണായക ഘടകമായിട്ടുണ്ടെന്നാണ് CPIയും CPMും വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് മേയറോട് ഇവർ പറഞ്ഞതും. പക്ഷേ മേയർ അക്കാര്യത്തിൽ മേയറുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം താൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്റെ ഒരു ഒറ്റയാളുടെ ഒരു പ്രവൃത്തികൾ കൊണ്ട് 74,000 വോട്ടിന്റെ എല്ലാം ഭൂരിപക്ഷം ഒരു വ്യക്തിക്ക് ലഭിക്കുമോ എന്നുള്ളത് മേയർ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം 74,000 വോട്ടിന് BJP വിജയിക്കാനുള്ള ഒരു കാരണം മേയർ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതാണെന്ന് പറയുമ്പോൾ ആർക്കും അതൊരു ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് തന്നെയാണ് മേയർ വ്യക്തമാക്കിയത്. താൻ തന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയമൊന്നും ഇതിൽ കാണേണ്ടതില്ല. സ്വാഭാവികമായും ഇപ്പോൾ മാധ്യമങ്ങൾ ഇത് വളച്ചൊടിച്ചു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പറഞ്ഞതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മേയർ തന്നെ ഉറപ്പിക്കുന്നു. ശരി, ലിഷോയ്.